ഉംറയിലെ പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ കർമ്മമാണ് സഈ. സഈ നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ സഫ മലയിൽ നിന്നും മറവയിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. ആ സഫ കുന്ന് അന്ന് ഹജറ ബീവി വെള്ളം അന്വേഷിച്ചുകൊണ്ട് കയറിയ സഫ കുന്നിൻ്റെ അവശിഷ്ടം ഇന്നും അതേപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ സഈൻ്റെ ഭാഗമായിട്ട് മറവ കുന്നിലേക്ക് നടക്കുകയും മറവ കുന്നിൽ നിന്ന് പിന്നീട് സഫയിലേക്ക് നീങ്ങുകയാണ് ഉംറ ചെയ്യുന്നവർ ചെയ്യുന്നത്. അപ്പോൾ ഈ മറവ കുന്നിൻ്റെ അവശിഷ്ടം ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് ഇതാണ്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് മറവയിലുള്ള ആ പാറക്കുന്നിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദം സ്പർശിച്ചിട്ടുള്ള മക്കാമു ഇബ്രാഹിമിൻ്റെ ചിത്രമാണിത്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. മക്കാമു ഇബ്രാഹിം. ഇറാഗോയിലേക്കുള്ള വഴിയാണ് കാണുന്നത്. ഇന്നത്തെ കാലത്ത് ഇറാഗോയിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിരപ്പായതും സ്റ്റെപ്പുള്ളതുമായിട്ടുള്ള വഴികൾ അവിടെയുണ്ട്. അതിലൂടെ അനായാസം ഇറാഗുഹയിലേക്ക് അവിടെ കയറാൻ പറ്റുന്നു. കയറുന്നതിൻ്റെ ഒരു 70% പിന്നിട്ടിരിക്കുകയാണ്. ഇനി ഒരു 30% കൂടി കയറാനുണ്ട്. ഇറാഗുഹയിലേക്ക് ഇത്രയും വൈദൂരം നമ്മൾ താണ്ടിയിട്ടുണ്ട്. ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. പക്ഷേ ഇന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പത്നി ഖദീജ ബീവിയും കയറിയ ആ ഒരു ചെങ്കുത്തായ പ്രദേശമൊന്നുമല്ല. ഇന്ന് മലകളൊക്കെ വെട്ടി ഒരു റോഡ് പോലെ ആക്കിയിട്ടുണ്ട്. കയറുന്ന ആളുകൾക്ക് വളരെ സുഖകരമായിട്ട് കയറാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഹിറാ ഗുഹയിലെ വഴികൾ മാറ്റിയിട്ടുണ്ട്. ഹിറാ ഗുഹയിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ജബൽ നൂർ എന്ന് പറയുന്ന നൂർ പർവ്വതത്തിലാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ജബൽ നൂറിൻ്റെ വളരെയധികം പ്രയാസമാണ്. ആളുകൾ നല്ല തിരക്കാണ്. ആ തിരക്കിലൂടെയാണ് നമ്മൾ ഗുഹയിലേക്ക് കയറാൻ പോകുന്നത്. അതാണ് ഗുഹയുടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തിരുമേനിയുടെ 40ാമത്തെ വയസ്സിൽ ഏകാന്തവാസം അനുഷ്ഠിച്ച ഹിറാ ഗുഹയിലെ മുൻവശത്ത് ആളുകൾ ഹിറാ ഗുഹയിലേക്ക് കയറാൻ കാണിക്കുന്ന തിക്കും തിരക്കുമാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ പ്രവാചകൻ ഏകാന്തവാസം നിൽക്കുന്ന സമയത്തായിരുന്നു ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് പ്രവാചകന് വഹി ആദ്യമായിട്ട് നൽകുന്നത്. പ്രവാചകൻ പേടിച്ച 2 വീട്ടിലേക്ക് ഓടുകയും മൂടി പുതച്ച് ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രവാചകൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പ്രവാചകൻ ദിവസം ഈ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പ്രവാചകനെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത്. പ്രവാചകൻ തിരിഞ്ഞു നോക്കിയ സമയത്ത് എവിടെയും ആരെയും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പ്രവാചകൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശം മൊത്തം മറയുന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ സാക്ഷാൽ സ്വരൂപത്തിൽ അവിടെ ആകാശലോകത്ത് നിൽക്കുന്നത് കാണുകയും അങ്ങനെ ചെറുതായി പ്രവാചകൻ്റെ അടുത്തേക്ക് തന്നെ വരികയും പ്രവാചകൻ എവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് പുതപ്പിട്ട് മൂടി ഉറങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് പറയുന്ന ഖുർആനിക ആയത്ത് ഇറങ്ങുന്നത്. ആ ഹിറാ ഗുഹയുടെ മുൻവശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഹിറാ ഗുഹയുടെ ഉൾവശത്ത് അധികം ഒരാൾക്ക് പോലും നിൽക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഇടുങ്ങിയ ഒരു സ്ഥലമാണ് ഹിറാ ഗുഹയുടെ ഉൾവശം. അധികം ഉൾഭാഗമില്ല. 1, 2, 3 ആളുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അവിടെയായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനി സ്വരൂപം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ജീവിതത്തിൽ 2 തവണയാണ് പ്രവാചകൻ ജിബ്രീലിൻ്റെ തനി സ്വരൂപം കാണുന്നത്. ആകാശം നിറയെ ജിബ്രീലായിരുന്നു. പിന്നീട് ആ ജിബ്രീൽ ചെറുതായി പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയും അത് കണ്ട പ്രവാചകൻ വീണ്ടും വീട്ടിലേക്ക്